നമസ്തേ. നമ്മുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ട്ടോ. ദിവസവും നിങ്ങൾക്ക് ചെയ്തു പോകാനുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മൾ കുറച്ച് നാൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി റൊട്ടീൻ യോഗ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഫോളോ ചെയ്ത് തുടങ്ങിയ ആളുകളുണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്രയും കുറച്ച് നമ്മളൊരു അധികം ലെങ്ത് ഇല്ലാത്തൊരു വീഡിയോ ആയിരിക്കും ഇത്. ഇത്രയും കാര്യങ്ങളെങ്കിലും ദിവസവും നമ്മൾ ചെയ്തിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം നമുക്ക് ഓവർ തിങ്കിങ്, ടെൻഷൻ അല്ലെങ്കിൽ നമുക്ക് സ്ലീപ്പ് ഒരു ക്വാളിറ്റി സ്ലീപ്പ് ഇല്ലാത്തൊരവസ്ഥ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കും. നമുക്ക് ഈ ചിതറിക്കിടക്കുന്ന നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഒരുപാട് ചിന്തകൾ വന്ന് കയറി ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഒരു ഫോക്കസിങ് ഇല്ലാതെ നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റിനെ പതുക്കെ പതുക്കെ തണുപ്പിച്ച് കൊണ്ടുവന്ന് ഒരു ഫോക്കസിങ്ങിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു കാംനെസ്സിലേക്ക് കൊണ്ടുവരാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ദിവസവും ഒന്ന് ഫോളോ ചെയ്ത് നല്ലതായിരിക്കും. പ്രത്യേകം എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലൊരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടി തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും വളരെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ യോഗ അല്ലെങ്കിൽ നമുക്ക് രാവിലെ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, എന്നാലും പുതിയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രാണായാമമാണെങ്കിലും യോഗ സാധനയാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും ഒക്കെ. കാരണം ഒഴിഞ്ഞ വയറായിരിക്കും, നല്ലൊരു ഫ്രഷ് മൈൻഡ് ആയിരിക്കും. ഒരു ഉറക്കത്തിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് വരുന്ന ഒരു സമയമാണ് അല്ലേ. ഒന്ന് വന്നതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാവുന്നതാണ്. ദിവസവും നല്ലൊരു വൃത്തിയുള്ളതും അല്ലെങ്കിൽ ഒരു എയർ സർക്കുലേഷൻ ഉള്ളതുമായ ഒരു പ്ലേസ് നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ആയിക്കോട്ടെ. ദിവസവും നമ്മൾ ആ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരേ സമയം ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു ലൂസായിട്ടുള്ള ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ്. പിന്നെ രാവിലെ ആണെങ്കിൽ പോലും നമ്മൾ പ്രാക്ടീസിന് മുൻപായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക. രാവിലെ ഓൾറെഡി നമുക്ക് ഒരു എംപ്റ്റി സ്റ്റൊമക്ക് ആയിരിക്കും, അത് മതി. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ അല്ലേ, പല രീതികളുണ്ട്. അപ്പോൾ യോഗയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു രീതി മാറി, അതിനോടുള്ളൊരു സമീപനം നമ്മൾ മാറ്റണം. മൈൻഡ് എനർജീനെ കൂടി ഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രത്യേക പാതയിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ സമാധാനം, ടെൻഷൻ ഇല്ലാത്തൊരവസ്ഥ അല്ലേ, മൈൻഡ് ഒന്ന് ഡെവലപ്പ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭക്തിയോടെ ഒരു ദൈവികമായ ഭാവത്തോടെ ഫ്രഷ് ആയതിനു ശേഷം വന്നിരുന്ന് വളരെ തൃപ്തിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ നിവർന്നിരിക്കുക. സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കട്ടെ. കണ്ണുകൾ അടച്ചു വെക്കാം. കണ്ണുകൾ സാവധാനം അടയ്ക്കുന്നതോടുകൂടി ചുറ്റുപാടിൽ നിന്നുള്ള നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഉള്ളിലേക്ക് തിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. കൈകൾ കാലിന് മേലെ ഓപ്പൺ ആക്കി വെക്കുക. നിവർന്നിരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവധാനം പുറത്തേക്ക് വിടാം. മനസ്സിലും ശരീരത്തിലും പൂർണ്ണമായിട്ടും ഒരു സന്തോഷം വെക്കാം. എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കാം. ഈ ഒരു സമയത്തിലേക്ക്, ഈ ഒരു നിമിഷത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാം. ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറാവാം. എല്ലാ ചിന്തകളും സാഹചര്യങ്ങളും ശബ്ദങ്ങളും എല്ലാം മാറ്റിവെച്ച് വളരെ കൂളായിട്ടിരിക്കാം. വീണ്ടും ഡീപ്പായിട്ടൊരു ഇൻഹേൽ ചെയ്യൂ. ഇൻഹേൽ, എക്സേൽ. ചുറ്റിലും കേൾക്കുന്ന ശബ്ദങ്ങൾ, മനസ്സിലേക്ക് കയറി വരുന്ന ചിന്തകൾ, ശ്വാസം, ശരീരത്തിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കട്ടെ. ഒന്നിൻ്റെയും പുറകെ പോവാതെ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും ഒന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ വളരെ ഫ്രീ ആയിട്ടിരിക്കാം. ഒന്നിനെയും തടഞ്ഞു വെക്കണ്ട. എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായി തന്നെ വന്നും പോയി ഇരിക്കട്ടെ. മനസ്സും ശരീരവും പൂർണ്ണമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാം. ചുറ്റുപാടിലേക്കും ശരീരത്തിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സമാധാനത്തോടെ നമ്മുടെ രണ്ട് കൈകളും നന്നായിട്ട് ചൂടാക്കി, നന്നായിട്ട് നുരസി ചൂടാക്കിയിട്ട് കണ്ണുകളിലേക്ക് ചേർത്ത് വെച്ച് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ പതുക്കെ കണ്ണുകൾ തുറക്കാം. നമ്മൾ ഡെയിലി നമ്മുടെ സാധന ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഇതേപോലെ റിലാക്സ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ മൈൻഡ് സെറ്റും എല്ലാം ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. നമുക്ക്
ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഫസ്റ്റ് വലത് കൈ നേരെ ലെഫ്റ്റ് നീയുടെ മേലെ വെക്കുക. ലെഫ്റ്റ് ഹാൻഡ് നേരെ ബാക്കിലേക്ക് പതിച്ച് വെച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം ബാക്കിലേക്ക്. ഈ കൈയുടെ റൈറ്റ് ഹാൻഡിൻ്റെ പവറിലൊന്ന് ബോഡി ഒന്ന് വലിച്ച് തിരിക്കുക, ബാക്കിലേക്ക് ഒന്ന് തിരിച്ചു കൊടുക്കുക. തല തിരിച്ച് ബാക്കിലേക്ക് നോക്കുക, സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കട്ടെ. ഇങ്ങനെ നിന്നുകൊണ്ട് നന്നായിട്ട് ഇൻഹേൽ എക്സേൽ ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ നിവർന്ന് വരാം. ശ്വാസം വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യൂ. അതേപോലെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അവിടെ ഹോൾഡ് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വന്നു. ഒന്ന് റിലാക്സ് ചെയ്യാം. അതേപോലെ വലത് കൈ പതുക്കെ നേരെ മുകളിലേക്ക് ഉയർത്ത, ഇടത് ഭാഗത്തേക്ക് പതുക്കെ സ്ട്രെച്ച് ചെയ്യാം. റൈറ്റ് ഹാൻഡ് നിവർന്നിരിക്കട്ടെ, ഹിപ്പിന്റെ ഭാഗം ഒന്ന് വലിഞ്ഞിരിക്കട്ടെ. ഇൻഹേൽ ചെയ്തുകൊണ്ട് പതുക്കെ നിവർന്ന് വരാം. എക്സേൽ ചെയ്തുകൊണ്ട് കൈ റിലീസ് ചെയ്യാം. വീണ്ടും ഇൻഹേൽ ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് നേരെ മുകളിലേക്ക് ഉയർത്തി ടൈറ്റ് ചെയ്ത് പിടിച്ചു. എക്സേൽ ഡൗൺ, താഴേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തു. വീണ്ടും ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, പതുക്കെ റിലീസ് ചെയ്യാം. നേരെ നിവർന്നിട്ട് കാല് മുട്ട് കുത്തി നിൽക്കാം. സാധാരണ പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു വജ്രാസനത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക. കൈ രണ്ടും ഇതേപോലെ കാൽമുട്ടിലേക്ക് ചേർത്ത് പതിച്ച് വെച്ചിട്ട് അതിലേക്കൊന്ന് നിവർന്ന് എഴുന്നേറ്റ് നിൽക്കാം. കറക്റ്റ് ഒരു അളവിൽ നിൽക്കാം. സ്പൈൻ ഒന്ന് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. അപ്പൊ സ്പൈൻ താഴേക്ക് വളച്ചു കൊടുക്കാം. എക്സേൽ ചെയ്തുകൊണ്ട് താടി നെഞ്ചിലേക്ക് അമർത്തുന്നു. അപ്പൊ സ്പൈൻ മുകളിലേക്ക് സ്ട്രെച്ച് സ്ട്രെച്ച് സ്ട്രെച്ച്. വീണ്ടും ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. കാലിലേക്ക് ഇരിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ചൈൽഡ് പോസിലേക്ക് പോയേ കാല് രണ്ട് ചേർത്ത് വെച്ചോളൂ. പറ്റുകയാണെങ്കിൽ നമ്മുടെ നെറ്റിയുടെ ഭാഗം പതുക്കെ ഒന്ന് മാറ്റിൽ ടച്ച് ചെയ്യുക. ഇതിൽ കണ്ണടച്ചുകൊണ്ട് ഈ ഒരു പോസ്റ്ററിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. നോർമൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് കണ്ണടച്ച് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. ഷോൾഡർ, കൈകളുടെ മസിൽസ് ഒക്കെ ലൂസാക്കി ഇടുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരാം, പതുക്കെ നിവർന്ന് വരാം. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെറുതായിട്ടൊരു വാമപ്പ് ഒക്കെ ചെയ്യാം കേട്ടോ. അതായത് ലൂസനിങ്, ജോയിൻസ് ഒക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ചെയ്യാം. അതേപോലെ ചെറിയൊരു വാമപ്പ് ഒക്കെ ചെയ്യാം. മുൻപുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർക്കുക കേട്ടോ. ഇനി നേരെ കൈ രണ്ട് മുന്നിലേക്ക് പതിച്ച് വെക്കാം. ഭുജംഗാസനിലേക്ക് വരിക. ഹിപ്പ് പതുക്കെ താഴെ വെക്കുക. കാല് ചേർത്ത് വെച്ചിട്ട് ഹിപ്പ് താഴെ വെക്കുക. സ്പൈൻ മാക്സിമം വളഞ്ഞിരിക്കട്ടെ, മാക്സിമം പറ്റുന്ന പോലെ. തല ഉയർത്തി മുകളിലേക്ക് നോക്കുക, അല്ലെങ്കിൽ നേരെ മുൻപിലേക്ക് നോക്കുക. അപ്പം മുകളിലേക്ക് നോക്കുകയാണെങ്കിലും കഴുത്തിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കണ്ട. സ്പൈൻ, കൈയുടെ പവറിൽ സ്പൈൻ ഒന്ന് ബെൻഡ് ചെയ്ത് ശീലിക്കുക. പതുക്കെ പതുക്കെ ഡെവലപ്പ് ആയിക്കോളും. കുറച്ച് സമയം ഇതിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം നേരെ മൗണ്ടൈൻ പോസിലേക്ക് വരൂ. നമ്മുടെ കൈകൾ ഷോൾഡറൊക്കെ ഒരേ ലെവലിൽ, രണ്ട് കാലും പതിഞ്ഞിരിക്കട്ടെ. ഇതിൽ ഹോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. വീണ്ടും പതുക്കെ ഭുജംഗാസനിലേക്ക് വരിക. വീണ്ടും മൗണ്ടൈൻ പോസ്. കഴുത്ത് ഫ്രീ ആയിരിക്കണം. മുട്ടുകുത്തുന്നു. നേരെ ബാക്കിലേക്ക് ഇരിക്കുക. നേരത്തെ നിന്നതേപോലെ തന്നെ നമ്മുടെ കൈകൾ ഒരേ അളവിൽ പതിച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് നിൽക്കുക. ഇടത് കൈ നേരെ നമ്മുടെ ബോഡിയുടെ അടിയിലൂടെ പുറത്തേക്ക് നീട്ടിയേ. ഇടത് കൈ നേരെ റൈറ്റ് സൈഡിലൂടെ അടിയിലൂടെ നീട്ടി വെക്കുക. നമ്മൾ റൈറ്റ് ഹാൻഡ് ഉയർത്തിയിട്ട് നേരെ മുൻപിലേക്ക് നീട്ടി വെക്കാം. ചെവിയുടെ മേളിലൂടെ
ഇപ്പോൾ സ്പൈൻ ഇരിക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ശ്രദ്ധിക്കുക, അത് തിരിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ നിന്നുകൊണ്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ട് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് കൈ നിവർത്തിക്കൊണ്ടുവന്നു, എടുത്ത് അതേ സ്ഥാനത്ത് പതിച്ചു വെച്ചു. അതേപോലെ റൈറ്റ് ഹാൻഡ് നേരെ ഉള്ളിലൂടെ ബാക്കിലേക്ക് പുറത്തേക്ക് നീട്ടി കൊടുക്കുക. ഷോൾഡർ ഫ്ലോറിൽ ടച്ച് ചെയ്തു. ഇടത് കൈ നേരെ ഉയർത്തി പുറത്തേക്ക് മുൻപോട്ട് നീട്ടി വെച്ചു. തിരിച്ചു വരാം. കൈ എടുത്തിട്ട് നേരെ അവിടെ തന്നെ പതിച്ചു വെച്ചു. നിവർന്ന് വജ്രാസനത്തിലേക്ക് ഇരിക്കുക. നേരെ ഇനി കാല് നീട്ടി വെച്ചിരിക്കുക. കാല് രണ്ടും നീട്ടി നിവർത്തി വെച്ചിരിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പതുക്കെ രണ്ട് കാല് നിർത്തുക. ബാലൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ പതുക്കെ കാല് നിവർത്തിയിട്ട് കൈ രണ്ട് സൈഡിലും പിടിച്ചൊന്ന് ഹോൾഡ് ചെയ്യാം. പതുക്കെ താഴെ വെക്കാം. പതുക്കെ നമ്മുടെ മാറ്റിലേക്ക് ഒന്ന് മലർന്ന് കിടക്കുക. ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും 3, 4, 5 തവണ വെച്ചിട്ട് പതുക്കെ സമയമെടുത്ത് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ തവണ ചെയ്തു പോയ കാര്യങ്ങളല്ലേ, ഇത് ഓരോന്നും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. 2, 3, 4 തവണ. തുടക്കം ചെയ്യുന്ന ദിവസം ഒരുപാട് തവണ ചെയ്യേണ്ട. ഓരോ ദിവസം ചെയ്യുന്നതിനനുസരിച്ച് 3, 4 തവണ ഡെവലപ്പാക്കി ഹോൾഡ് ചെയ്ത് പതുക്കെ സമയമെടുത്ത് ചെയ്തു വരിക. ആ ഒരു പ്രാക്ടീസിലേക്ക് വരിക. പതുക്കെ രണ്ട് കാലും നീട്ടി നിവർത്തി വെക്കാം. ഒരുമിച്ച് മടക്കുക. കൈ കൊണ്ട് മടക്കിയിട്ട് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് അമർത്തി പിടിക്കുക. ഫ്ലോറിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കുക. സെപ്പറേറ്റ് പിടിച്ചാൽ മതി, തല ഉയർത്തണ്ട. സ്പൈൻ മാക്സിമം മാറ്റിലൊന്ന് പതിഞ്ഞിരിക്കട്ടെ. കാല് പതുക്കെ താഴെ വെക്കാം. വീണ്ടും കാല് ഉയർത്തിയിട്ട് പവനമുക്താസനം ചെയ്യുക. അതായത് കൈ കൊണ്ട് ലോക്ക് ചെയ്യുക. കാല് ശരിക്കും വയറിലേക്ക് അമർന്ന് നിൽക്കട്ടെ. കാല് ഉയർത്തിയിട്ട് മടക്കുന്ന രീതിയുണ്ട്. ശ്വാസം വിട്ടുകൊണ്ട് ഫേസ് മാക്സിമം കാൽമുട്ടിൻ്റെ അടുത്തേക്ക് വരട്ടെ. ബ്രീത്ത് ഔട്ട്. പതുക്കെ റിലീസ് ചെയ്യാം. സ്വന്തം രീതിക്ക് അനുസരിച്ച് തന്നെ ചെയ്യാം. ശരിക്കും ഈ കാല് നിവർത്തി വെക്കാതെ ഇങ്ങനെ പതിച്ച് വെച്ചിട്ട് തന്നെ സ്പൈൻ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് മാറ്റിൽ ചേർന്ന് നിൽക്കുന്നുണ്ട് അല്ലേ. ആ രീതി തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. സമാധാനത്തോടെ കിടക്കുക. കൈ രണ്ടും രണ്ട് വശങ്ങളിലേക്ക് നീട്ടി വെക്കുക. അതിനെ വശങ്ങളിലേക്ക്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ഈ രണ്ട് കാലും പതുക്കെ ഒരു സൈഡിലേക്ക് താഴ്ത്തുക. ഫസ്റ്റ് റൈറ്റിലേക്ക് താഴ്ത്തുക കേട്ടോ. ഇപ്പൊ സ്പൈൻ തിരിഞ്ഞിരിക്കുന്നു. ഫേസ് നേരെ മുകളിലേക്ക്. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. അതിനുശേഷം പതുക്കെ നിവർത്തി കൊണ്ടുവരാം. എക്സേൽ. ഓപ്പോസിറ്റ് സൈഡിലേക്ക് പതുക്കെ ചെയ്യാം. നിവർത്തി കൊണ്ടുവരാം. കാല് നീട്ടി നിവർത്തി വെക്കാം. ഒന്ന് റിലാക്സ് ചെയ്യാം. കണ്ണുകളടച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് കിടക്കുക. ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും ഭാരം മുഴുവനായിട്ടും തറയിലേക്ക് വിട്ട് കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. വെറുതെ കിടക്കുക, ഒന്നും ചെയ്യാതെ വളരെ ഫ്രീ ആയിട്ട്. ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് പതുക്കെ എഴുന്നേറ്റിരിക്കുക. എഴുന്നേറ്റ് നിവർന്നിരിക്കാം. കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. പതുക്കെ സാവധാനം പുറത്തേക്ക് വിടാം. വളരെ സാവധാനം കണ്ണ് തുറന്നതിന് ശേഷം നമുക്ക് ഇനി പ്രാണായാമം ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം ചെയ്തിരിക്കേണ്ട ഏറ്റവും ചെറിയ രീതിയിലുള്ള കുറച്ചൊരു ബണ്ടിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്.
നിങ്ങൾക്ക് നാഡീശുദ്ധി പ്രാണായാമവും ഭ്രാമരി പ്രാണായാമവും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മുൻപ് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, മേലെ കാർഡിലും കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പതുക്കെ പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ താഴെയുണ്ട്, ഒന്ന് എൻക്വയറി ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ഈ പ്രാണായാമത്തിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിന് അത്രത്തോളം എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിത് പറയുമ്പോൾ ഒരുപാട് ലെങ്തി ആവും നമ്മുടെ ഈ വീഡിയോ. അതുകൊണ്ടാണ് മുൻപുള്ള വീഡിയോ ഞാൻ മെൻഷൻ ചെയ്യുക, അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക, അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കണ്ണടച്ച് വെറുതെ ഇരുന്നതിന് ശേഷം നല്ലൊരു ഭക്തിയോടെ സന്തോഷത്തോടെ കൈകൾ ഉരസി കണ്ണുകളിലേക്ക് വെച്ച് പതുക്കെ കണ്ണ് തുറക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ദിവസവും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, ടെൻഷന്, ഓവർ തിങ്കിങ്ങിന് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. നമസ്തേ.